ഒരു ഓട്ട മത്സരത്തിൽ വെള്ളക്കാരനും കറുത്തവർഗ്ഗക്കാരനും ഒരു മൈൽ ഓടിയാൽ വിജയിക്കും. നേരെ മറിച്ച് ഒരു ഇന്ത്യക്കാരനാണെങ്കിൽ 1.5 മൈൽ ഓടിയിരിക്കണം. ഇതൊരു ചൊല്ലാണെങ്കിൽ കൂടി അതിൽ കുറച്ച് കഴമ്പുണ്ടെന്നുള്ളതാണ് സത്യം. കാരണം ഇമിഗ്രൻസ് ആയിട്ട് വരുന്ന ആളുകൾ മറ്റുള്ളവർ സംശയദൃഷ്ടിയോട് നോക്കുന്നു. അവർ ചെയ്യുന്ന കാര്യങ്ങൾ, അവർ വളരെ മികവുറ്റ കാര്യങ്ങൾ ചെയ്താൽ കൂടി അതിൽ കുറ്റങ്ങളും കുറവുകളും കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്നു. അപ്പോൾ നമ്മൾ കൂടുതൽ ശ്രദ്ധാലുക്കളാവേണ്ട സ്ഥിതി വരുന്നു. ഇതിപ്പോൾ യൂണിവേഴ്സിറ്റി പ്രൊഫസർമാരുടെ ഒക്കെ കാര്യം ആലോചിച്ചാൽ മതി. അവർ മറ്റുള്ളവർ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ മികവ് കാണിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ മാത്രമേ അവർ അംഗീകരിക്കപ്പെടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ യൂണിവേഴ്സിറ്റികളിലൊക്കെ ഒരു ഇന്ത്യൻ പ്രൊഫസർ ആണെങ്കിൽ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ഒരു ആനുകൂല്യവും പ്രതീക്ഷിക്കേണ്ടതില്ല, ഒരു ഉപകാരവും ചെയ്യത്തില്ല. കാരണം അവർക്ക് പേടിയാണ്. നേരെ മറിച്ച് വെള്ളക്കാരോ അല്ലെ കറുത്തവർഗ്ഗക്കാരോ ആണ് പ്രൊഫസർമാരെങ്കിൽ അവർ ഇന്ത്യക്കാർക്ക് അനുകൂലം ലഭിക്കാനുള്ളത് എന്ത് കൊടുക്കാവുന്നത്ര കൊടുക്കുന്നതിന് അവർ ഒരു മടിയും കാണിക്കുകയുമില്ല. അപ്പം ഇത് പൊതുവേ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. ഇപ്പം ഞാൻ തന്നെ ഓർക്കുന്നുണ്ട്, ഈ ചില കണ്ടുപിടുത്തങ്ങൾ യൂണിവേഴ്സിറ്റികളിലും മറ്റും ചില കണ്ടുപിടുത്തങ്ങൾ നടത്തിയ പ്രൊഫസർമാർ, അത് ചില കണ്ടുപിടുത്തം ഏതാണെന്ന് പറയുന്നില്ല, അത് പിന്നീട് ശരിയല്ല എന്ന് തെളിയുകയും ചെയ്തു. അപ്പോൾ അവരും ഇത് തന്നെയാണ് പറയുന്നത്, ഇന്ത്യക്കാരെന്ത് ചെയ്താലും അതിന് കുറ്റം കണ്ടുപിടിക്കാനായിട്ട് എല്ലാ ഭാഗത്തു നിന്നും ആളുകൾ മുന്നോട്ട് വരും. അപ്പോൾ അങ്ങനെ കുറ്റങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ദൗത്യം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇതിപ്പോൾ പറയാനുള്ള കാരണം ജഡ്ജ് KP ജോർജിന് എതിരായിട്ടുള്ള വിധിയാണ്. ആ വിധി നമ്മെ അലോസരപ്പെടുത്തുന്നു, പലരെയും അലോസരപ്പെടുത്തുന്നു. നമ്മളാരും പ്രതീക്ഷിച്ചൊരു വിധിയല്ല. ഞാൻ ആലോചിക്കുന്നത് എത്രമൊരു കേസുണ്ടായതാണ് ഏറ്റവും മോശമായിട്ട് നമുക്ക് തോന്നിയിരിക്കുന്നത്. ഈ പഴയ കാര്യങ്ങളെല്ലാം ചികഞ്ഞു പിടിച്ച് അദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും കേസുണ്ടോ, എന്തെങ്കിലും കുറ്റങ്ങളുണ്ടോ എന്ന് ചികഞ്ഞു പിടിച്ച് ഒരു കേസെടുത്ത പോലെയാണ് ആദ്യത്തെ കേസ് കണ്ടത്. ആദ്യത്തെ കേസ് മറ്റൊന്നുമല്ല, അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി ആയിരുന്ന ക്യാമ്പയിൻ മാനേജരായിരുന്ന തരൾ പട്ടേൽ. അന്ന് ഈ തരൾ പട്ടേലിന് 21 വയസ്സോ മറ്റേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങേര് ഒരു വ്യാജ വെബ്സൈറ്റ് ഉണ്ടാക്കി അതിൽ ഈ ജോർജിനെതിരെ വംശീയ പരാമർശങ്ങൾ ആരൊക്കെയോ നടത്തുന്നു പറഞ്ഞ് അദ്ദേഹം തന്നെ എഴുതിയിടുന്നു. അപ്പോൾ അങ്ങനെ ഒരു അനുകൂല തരംഗമുണ്ടാക്കാനുള്ള ഒരു ശ്രമമായിരുന്നു. അപ്പോൾ അത് കുറ്റകൃത്യമാണ്, ഇമ്പേഴ്സണേഷനാണ്. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനെതിരെ കേസെടുത്തു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി ഒരു കുളത്തിലായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ ആ കാര്യം ജോർജിന് അറിയാമായിരുന്നു അറിഞ്ഞുകൊണ്ട് ജോർജിനെതിരെയും കേസ് ആരോപണം വരുന്നു. അപ്പോൾ അതിനുശേഷമാണ് പിന്നീട് രണ്ടാമത്തെ കേസ് വരുന്നത്. ഈ ക്യാമ്പയിൻ ഫണ്ടിൽ നിന്ന് $46,000 സ്വന്തം അക്കൗണ്ടിലേക്ക് വകമാറ്റി. അപ്പോൾ അത് വലിയൊരു കുറ്റകൃത്യമാണ് എന്നാണ് പ്രോസിക്യൂഷൻ ആരോപിച്ചത്. അപ്പോൾ നേരെ മറിച്ച് ജോർജിൻ്റെ ആദ്യകാലത്തെ വാദം ഈ പ്രചാരണത്തിന് ആദ്യകാലത്ത് ഈ ഫണ്ട് മുഴുവൻ തൻ്റെ സ്വന്തം കയ്യിൽ നിന്ന് ഉപയോഗിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ ഈ ക്യാമ്പയിൻ ഫണ്ട് വന്നപ്പോൾ അതിലൊരു ഭാഗം തിരിച്ചെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ നിലപാട്. ഈ രണ്ടാമത് ഇങ്ങനെ ഫണ്ട് മാറ്റിയാൽ കൂടി അതൊരു നോട്ടപ്പിശകോ അല്ലെങ്കിൽ ഒരു ആലോചനക്കുറവോ അങ്ങനെ വല്ലതുമായിട്ട് കണക്കാക്കാമായിരുന്നു. അത് തിരിച്ചടയ്ക്കാനായിട്ട് ആവശ്യപ്പെടാമായിരുന്നു. അല്ലാതെ ഒരു കുറ്റകൃത്യമോ മനഃപൂർവ്വം എന്തെങ്കിലും ഒരു തട്ടിപ്പ് നടത്തണമെന്നോ അങ്ങനെയുള്ള ഒരു ദുരുദ്ദേശമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് പ്രതിഭാഗം വാദിച്ചത്. അതിൽ കുറച്ച് കഴമ്പുണ്ടെന്ന് നമുക്കറിയുകയും ചെയ്യാം. എങ്ങനെയായിരുന്നാലും അദ്ദേഹം കുറ്റക്കാരനാണെന്ന് ജൂറി കണ്ടെത്തി. ഇനിയിപ്പോൾ ജൂണിൽ വിധിക്കും. ശിക്ഷാവിധി വരും. 2 വർഷം മുതൽ 10 വർഷം വരെ ശിക്ഷിക്കപ്പെടാവുന്ന ഒരു കുറ്റമാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ 2 വർഷം ഇവിടുത്തെ കോടതികൾക്ക് നമുക്കറിയാം ഈ കോടതികളിൽ ഓരോ കേസിനും ഇന്ന ശിക്ഷ കൊടുത്തിരിക്കണമെന്നുള്ളത് കൊണ്ട് പലപ്പോഴും ആ ശിക്ഷയിൽ കുറഞ്ഞു കൊടുക്കാനായിട്ട് പലപ്പോഴും കോടതികൾക്ക് കഴിയാറില്ല എന്നുള്ളതാണ് അമേരിക്കയിലെ ഒരു പ്രത്യേകതയായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. ചില കേസുകൾക്ക് അതിന് ഓരോ മാനദണ്ഡം നിശ്ചയിച്ചിട്ടുണ്ട്. ഇന്ന കേസിന് ഇന്ന രീതിയിലാണ് ജൂറി വിധിക്കുന്നതെങ്കിൽ ആ ഇന്ന വകുപ്പുകൾ പ്രകാരം അതെല്ലാം കുറ്റകൃത്യമാണെന്ന് ജൂറി വിധിച്ചു കഴിഞ്ഞാൽ ജഡ്ജി ആ ശിക്ഷയും വിധിക്കേണ്ട സ്ഥിതി പലപ്പോഴുമുണ്ട്. അപ്പം ജഡ്ജിക്ക് പ്രത്യേകമായിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒരു കാര്യവും ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ ഇക്കാര്യത്തിൽ ജോർജിന് മറ്റു കുറ്റകൃത്യങ്ങളോ നേരത്തെ ഏതെങ്കിലും തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്തതായിട്ട് തെളിവില്ല. അതിന് പുറമെ ഇക്കാര്യത്തിൽ പോലും ഒരു കുറ്റകൃത്യം എന്നുള്ള നിലയിൽ ആയിരുന്നില്ല അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം എന്നാണ് പറയുന്നത്. അപ്പോൾ ആ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് പ്രൊബേഷനോ അങ്ങനെയൊക്കെ കൊടുക്കാനാണ് സാധ്യത എന്നാണ് വിദഗ്ധർ പറയുന്നത്. അങ്ങനെ തന്നെ ആവട്ടെ, അത് അപ്പീലും അതിനെതിരെയും ഏതായാലും അപ്പീൽ പോകും. അപ്പീലിൽ സത്യസന്ധമായ ഒരു കാര്യം തീരുമാനമുണ്ടാകുമെന്ന് നമുക്ക് വിചാരിക്കാം. ഇപ്പോഴുണ്ടായതിന് വിപരീതമായ ഒരു തീരുമാനം. അപ്പോൾ ഇതിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം,
ഈ ചില പാഠങ്ങൾ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അപ്പം നമ്മൾ ഇന്ത്യക്കാർ ഏത് രംഗത്ത് ചെന്നാലും നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നു. നമ്മൾ കൂടുതൽ നമ്മുടെ കാര്യങ്ങൾ കൂടുതൽ മറ്റുള്ളവർ പരിശോധിക്കുന്നു. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ തെറ്റും കുറ്റങ്ങളും കണ്ടെത്താനായിട്ട് നോക്കുന്നു. അപ്പം അങ്ങനെ ഒരു തെറ്റും കുറ്റവും വരുന്ന രീതിയിൽ ഒരു പിടികൊടുക്കുന്ന ഒരു അവസ്ഥ നമ്മൾ ഉണ്ടാക്കരുത്. അവിടെയാണ് ഈ ജോർജിന് പറ്റിയ അബദ്ധമെന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹത്തിന് ഏതാണ്ട് 2 ലക്ഷത്തിൽ കൂടുതൽ ശമ്പളം കിട്ടുന്നതാണ് ഈ കൗണ്ടി ജഡ്ജി എന്ന നിലയിൽ. അപ്പോൾ പിന്നെ ഈ $46,000 ഒരു വലിയ ആനക്കാര്യമൊന്നുമല്ല. അത് വകമാറ്റിയില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നും ഉണ്ടാവുന്ന ഒരു കാര്യമായിരുന്നില്ല. അപ്പോൾ അത് വകമാറ്റുന്നത് തെറ്റാണെന്നോ അല്ല അതിൽ ലീഗലൊരു പ്രശ്നം ഉണ്ടാകുമെന്ന് അദ്ദേഹം കരുതിയിരിക്കാനും വഴിയില്ല. അപ്പോൾ ആ ആദ്യകാലത്ത് ഈ ക്യാമ്പയിന് വേണ്ടി പണം ചെലവഴിച്ചു സ്വന്തം കയ്യിൽ നിന്ന്, അത് തിരിച്ചെടുക്കുന്നതിൽ തെറ്റുണ്ടെന്ന് കരുതി കാണുകയുമില്ല. പക്ഷേ ജൂറി വിധി വന്നപ്പോൾ അത് നേരെ ഓപ്പോസിറ്റായി മാറുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ വരുന്നത്. അത് നമ്മൾ ഈ അധികാര സ്ഥാനങ്ങളിലും മറ്റു സ്ഥാനങ്ങളിലൊക്കെ വരുന്ന ഇന്ത്യക്കാർ ഏറെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരു വിധത്തിലുള്ളൊരു പഴുതും ഒരു വിധത്തിലുള്ളൊരു കുഴപ്പവും മറ്റുള്ളവർക്ക് കണ്ടെത്താനായിട്ടുള്ള അവസരം നമ്മൾ കൊടുക്കരുത്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അവരിങ്ങനെ നോക്കിയിരിക്കുകയാണ് നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന്, നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്ക് കണ്ടെത്താനായിട്ട്. അപ്പോൾ ഇവിടെയും ഈ ഒരു മിസ്റ്റേക്കോ അല്ലെ ഒരു നോട്ടപ്പിശകോ അദ്ദേഹത്തിൻ്റെയും രാഷ്ട്രീയ ഭാവി ഇല്ലാതാക്കുന്ന ഒരവസ്ഥ വന്നിരിക്കുന്നു. പിന്നെ അതിന് പുറമെ അദ്ദേഹം ഡെമോക്രാറ്റിക് പാർട്ടിയിൽ വിജയിച്ചു. പിന്നെ ഈ ഡെമോക്രാറ്റുകൾ തന്നെയാണ് അദ്ദേഹത്തിനെതിരെ ഈ രംഗത്ത് വന്നത്, ഈ ഡിസ്ട്രിക്ട് അറ്റേർണി മുതൽ അങ്ങനെ ആ ഓഫീസുകളെല്ലാം. അപ്പോൾ അതുകൊണ്ട് ദേഷ്യത്തിന് റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ പോയി. പക്ഷെ അവിടെ കിളച്ചു പിടിക്കാനോട്ട് കഴിഞ്ഞുമില്ല. എന്തായാലും ഈ സംഭവങ്ങളെല്ലാം ഒരു പാഠപുസ്തകമാവണം ഇനി രംഗത്ത് വരുന്ന ആളുകൾ. എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാലും പാർട്ടി മാറിയാൽ അതിൻ്റെ ഗുണം വരില്ല. ഉദ്ദേശിക്കുന്ന പോലുള്ള ഒരു പ്രതികരണമായിരിക്കില്ല ഉണ്ടാവുന്നതെന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇത് നമുക്കൊരു പാഠപുസ്തകമായി തന്നെ മാറേണ്ടതുണ്ട്.